ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് ഡേ 2-ലാണുള്ളത് മണാലി. ഇന്നലെ ഒക്കെ അത്യാവശ്യം സ്നോഫാൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഹിൽ സ്റ്റേഷൻസിലിട്ട്. ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇപ്പം മഞ്ഞ് വന്നുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ ഓൾറെഡി ഭയങ്കര ടയേർഡായിട്ട് ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ നോക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഓൾറെഡി പാക്കേജിലുള്ള വെച്ചാൽ മണാലി 2 ദിവസം ഒരു ദിവസം കുളുവാണ്. അപ്പം ഓവർ തണുപ്പും അതുപോലെ തന്നെ സ്നോ പ്രഡിക്ഷൻ നാളുള്ളത് കൊണ്ട് തന്നെ ഇന്നും കൂടെ ചിലപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്താൽ റോഡ് സ്നോ ഒന്ന് ബ്ലോക്ക് ആയാൽ നമ്മളെ പരിപാടി ഫുള്ള് ക്യാൻസൽ ആവും. ട്രെയിനും അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിള്ളേർ ഇങ്ങനെ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ നോക്കുന്നുണ്ട്. ഇന്നിപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞത് അവരുടെ ഒരു ലോക്കൽ സൈറ്റിങ് അല്ലെങ്കിൽ വില്ലേജോ അല്ലെങ്കിൽ ഓൾഡ് മണാലിയൊക്കെ ഒന്ന് പോയിട്ട് കാണാനുള്ള ഒരു പരിപാടി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മാക്സിമം ഇന്ന് നൈറ്റ് തന്നെ റിട്ടേൺ ഇറങ്ങുന്ന രീതിയാണ് പറഞ്ഞത്. പക്ഷേ കുളു പോയി കഴിഞ്ഞാൽ നമുക്ക് കുളു ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ റിവർ റാഫ്റ്റിങ്ങും പാരാഗ്ലൈഡിങ്ങും ഒക്കെയാണ്. അപ്പം ഈ ഒരു തണുപ്പത്ത് കുട്ടികളിപ്പം റിവർ റാഫ്റ്റിംഗ് ചെയ്യുമോ എന്നുള്ളതും ഡൗട്ടാണ്. അപ്പം അങ്ങനെ ഫുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് ഉള്ളത്. എന്തായാലും ലെറ്റ് സീ എന്താ ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ടില്ല ഫുള്ള് മഞ്ഞാണ് ഗൈസ്, സീനാണ് ഗൈസ്. ഇവിടുത്തെ ക്ലൈമറ്റ് സീനാണ് തുടങ്ങിയത്. പിന്നെ ലൈറ്റായിട്ടൊരു മഴ തുടങ്ങിയിട്ടുണ്ട്. മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെയൊക്കെ സ്നോ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ ഇതാണ് ഇപ്പം മഴ കാണിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ചെറിയ രീതിക്ക് മഴ വന്ന് തുടങ്ങി. ഗൈസ് ബ്രോ പോയതാ ഗൈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്ലൈമറ്റ് കുറച്ചുകൂടെ സീൻ ആയതുകൊണ്ട് നമ്മൾ മണാലിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല സ്നോയും സീനും തന്നെയാണ്. പിന്നെ മഴ ചെറുതായി പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മണാലിയിൽ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ് നമ്മൾ ഇവിടെ ഇറങ്ങാണ്. പിള്ളേരൊക്കെ രാജസ്ഥാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. സ്നോ വന്നോണ്ടിരിക്കുകയാണ് ഗൈസ്. ഗൈസ് നമുക്കങ്ങനെ മണാലിയിൽ സ്നോഫാൾ വീണ്ടും കിട്ടിയിരിക്കുകയാണ്. അവിടെ നല്ല സ്നോഫാൾ ഉണ്ട്. നമ്മള് മാൾ റോഡ് തന്നെ ഉള്ളു കേട്ടോ മണാലി. So good to see you. So, നല്ല രസമുണ്ട് ഗൈസ്. സ്നോ ആയിരുന്നു. So good to see you. ഭയങ്കര തണുപ്പുണ്ട് പക്ഷേ ഗുഡ്. നല്ല അടിപൊളിയായിട്ട് സ്നോ പെയ്യുന്നുണ്ട് ഗൈസ്. നമ്മൾ ഹെവി സ്നോഫാളിന്റെ ഇടയ്ക്ക് നമ്മൾ വണ്ടിയിൽ പോവുകയാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് ഇപ്പൊ വണ്ടി എടുത്താലേ പത്ലിക്കുള്ളിൽ എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുള്ളൂ. എന്നെ ചെയ്യാൻ വയ്യ. പത്ലിക്കുള്ളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് ഗെറ്റിംഗ് സ്നോ ഹെവി. നല്ല ഹെവി സ്നോഫാൾ തന്നെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടാവും. സോ ഹെവി. സ്നോയിലേ പോയിക്കൊണ്ടിരിക്കുന്നത്. നിറച്ച് സ്നോ ആണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഇവിടെ. നമ്മൾ മുഖത്തേക്ക് ആക്കുകയാണ് ഗൈസ്. കമ്മിങ് പൈസ വസൂലാക്കിയ എല്ലാരും ഹാപ്പിയാണ് ഗൈസ്. ആൻഡ് ഇറ്റ്സ് സോ ഗുഡ് ഗൈസ്. ഇത് നമ്മൾ മഴയൊന്നൊന്നല്ല ശരിക്കും. സോ ഗുഡ്. ഐ എം സോ ഹാപ്പി. ഐ എം സോ എക്സൈറ്റഡ്. ഞാൻ കാണിച്ചത് ബാക്കി വ്യൂ. നമ്മളെ പിള്ളേരാണ് കേട്ടോ. ഗൈസ് ലുക്ക് അറ്റ് ദ ബ്യൂട്ടി ഓഫ് മണാലി ഗൈസ്. നമുക്ക് ബാക്കിയുള്ള സ്റ്റുഡൻസിനെ കൂടെ വെയിറ്റ് ചെയ്യണം ഗൈസ്. എന്നാലും എല്ലാവരും ഒരുമിച്ച് പോകാൻ പറ്റുള്ളൂ. വണ്ടിന്റെ മുകളിലൊക്കെ അങ്ങനെ സ്നോ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സി ഗ്ലാസ് ഒക്കെ ഇപ്പൊ ഇനി പെട്ടെന്ന് ഫില്ലാ. പക്ഷെ നല്ല ഹെവി സ്നോഫോൾ ആണ് കേട്ടോ. എന്റെ കൈയൊന്നും അറിയുന്നില്ല കേട്ടോ ഗൈസ്. നല്ല തണുത്തിട്ടേ സീനാവാ. സ്നോഫോൾ നല്ല സീനായിട്ട് വരികയാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്നോ വന്നു. വണ്ടീൻ്റെ മുകളിൽ കാണാൻ പറ്റും. സ്റ്റിൽ ബാക്കി ഇവിടെയൊക്കെ വണ്ടിയൊക്കെ ബ്ലോക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിതാ കുട്ടികളെ കൊണ്ട് വേഗം ഇവിടുന്ന് വണ്ടീൻ്റെ അടുത്ത് പോകട്ടെ. നമുക്ക് ഇനി ഇവിടുന്ന് പത്ലിക്കുൽ എത്തണമെങ്കിൽ 4x4 വെഹിക്കിൾ എടുക്കണം. അല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല. ഇവിടെ പോലീസുകാരൊക്കെ നിന്നുകൊണ്ട് ഫുള്ള് ട്രാഫിക്കൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇറ്റ്സ് ഗെറ്റിംഗ് സോ ഹെവി ഗൈസ്. എനിക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഞാൻ ബാക്കി ഇവിടെ ഒരു വ്യൂ കാണിച്ചു തരാം. I'll show the view from here. നമ്മളങ്ങനെ
മണാലിയിൽ നിന്ന് ബസ്സിൽ കയറിയിട്ടുണ്ട്. കുറച്ച് ഹെവി സ്നോ ആണ്. നമുക്കിപ്പം എത്ര ഓൾമോസ്റ്റ് 17 കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ ഒരു 1 hour സമയമുള്ളൂ. പക്ഷെ ഫുൾ ബ്ലോക്ക് ആയതുകൊണ്ട് സീനാണ്. നമ്മൾ 8 മണിക്കാണല്ലോ അതൊക്കെ ഇവിടെ ആക്സിഡന്റ് ആയതാണ് കേട്ടോ. ആക്സിഡന്റ് ആയിട്ട് സീനായ വണ്ടികളാണ്. മഞ്ഞിന്റെ സീനാണ് അതൊക്കെ. നമ്മളിപ്പോ അങ്ങനെ പത്ലിക്കൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഇനി രാത്രി 8 മണിക്കാത്ത നമ്മുടെ ബസ്. കുട്ടികളൊക്കെ ലഗേജ് ഒക്കെ ഇറക്കി ലഗേജ് സൈഡായിട്ട് വെക്കണം. പിള്ളേരൊക്കെ സാധനം എടുത്തിട്ട് മോളെ ഫുള്ള് കോടാണ് കേട്ടോ. നല്ല നല്ല ക്ലൈമറ്റ് ആണ് ഇവിടെ. ബാക്കിയുള്ള നമ്മളെ ടീമൊക്കെ അവിടെ കേട്ടോ. നമ്മളിപ്പം പത്ലിക്കുള്ള സ്റ്റാൻഡിലാണുള്ളത്. ഇവിടെ ഒരു നമ്മൾ ബസ് ചെയ്യാൻ പറഞ്ഞത് എന്തായാലും 8 മണി സമയമാവും, ലേറ്റ് ആവും. സോ അതിന് നമ്മളിവിടെ തൊട്ടടുത്തുള്ള ഒരു മാർക്കറ്റിലേക്ക് വന്നിട്ട് ഇവിടെ ഒരുപാട് ഡ്രസ് ഐറ്റംസ് സാധനങ്ങൾ കിട്ടുന്ന മാർക്കറ്റാണ്. ഇവിടെ നോക്കിയത് ഫുള്ള് ഷൂസാണ് കേട്ടോ. 500, 400, 300 രൂപയ്ക്ക് അത്യാവശ്യം നല്ല ഷൂസ് കിട്ടുന്ന ഒരു മാർക്കറ്റാണ് പത്ലിക്കുൽ ഹിമാചൽ പ്രദേശിലെ. ഇവിടെ കുറച്ച് മഴയൊക്കെ പെയ്തിട്ട് കുറച്ച് മോശമായിട്ടുണ്ടെങ്കിലും മാർക്കറ്റ് ഇപ്പോഴും ഓണം കേട്ടോ. ആളുകളൊക്കെ ഉണ്ട്. 500 രൂപ ഇവിടെ ഒരുപാട് സാധനങ്ങൾ അവൈലബിൾ ആണ് കേട്ടോ. നമ്മളുടെ ജാക്കറ്റുകളും അത്യാവശ്യം ക്വാളിറ്റി ജാക്കറ്റുകളും ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ കുറച്ച് തപ്പി തെരഞ്ഞെടുക്കണം എന്നുള്ളൂ. അങ്ങനെ വരാനുള്ള ആളുകൾക്ക് ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനാണ്. പത്ലിക്കൽ മാർക്കറ്റിലാണുള്ളത്. ഇപ്പം നമ്മൾ മണാലി ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ബസ്സുകളൊക്കെ ഏകദേശം പത്ലിക്കൽ വരെയാണ് വരുന്നത് കേട്ടോ. ഗൈസ് നല്ല കളർഫുൾ പാൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഗിഫ്റ്റ് ഐറ്റംസ് അതുപോലത്തെ ഇതൊക്കെ 300 രൂപയാണ് പാൻറ്റുകൾക്കൊക്കെ. അത്യാവശ്യം കട്ടിയുള്ള പാൻസാണ് കേട്ടോ. അതൊക്കെ തണുപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്ന. ഇതാ കുറേ ആളുകൾ കൂടി ചേർന്നിട്ട് തീക്കായുന്നുണ്ട്. ഇവിടെ നമ്മളെ ഡെക്കാത്ലോൺ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. വാട്ടർ പ്രൂഫ് ഷൂസൊക്കെ ഏകദേശം 1000 റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1100 റേഞ്ചിലൊക്കെ ആണെങ്കിലും പറയുന്നത് കേട്ടോ. ബാർഗിൻ ചെയ്താൽ കുറച്ചുകൂടെ കുറഞ്ഞ് കിട്ടും. ഫുള്ള് നമ്മളെ ഡെക്കാത്ലോണിന്റെ ട്രെക്കിംഗ് ബൂട്ട്സും അല്ലെങ്കിൽ അങ്ങനത്തെ ബൂട്ട്സാണ്. ഇതൊക്കെ 40 ആണോ ഒറിജിനൽ ആണോ ഒന്നും അറിയില്ല. ഇവിടെയൊക്കെ മഴ ചെയ്ത് ഫുൾ അലമ്പാണ് കേട്ടോ. വെതർ തന്നെ വേറൊരു മൂഡിലാണ്. ഹിമാചൽ പ്രദേശിലെ ഒരു ലോക്കൽ പച്ചക്കറി മാർക്കറ്റ് ആട്ടോ. ഇവിടെ ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടൈപ്പ് ഓഫ് പച്ചക്കറികളൊക്കെ തന്നെയാണ് ഉള്ളത്. പിന്നെ നോർത്തിൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ നാട്ടിലെ ഓറഞ്ച് അല്ല, ഈ ഒരു റെഡ് കളറുള്ള ക്യാരറ്റുകളാട്ടോ കൂടുതൽ അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഇതിൽ പിന്നെ ഭക്ഷണത്തിൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളൊക്കെ ഉൾപ്പെടുന്ന ആളുകളാണ് കേട്ടോ. ഭക്ഷണത്തിൽ അവരൊരു കൾച്ചറലായിട്ട് അത്യാവശ്യം ലീഫ് ഐറ്റംസ് ഒക്കെ അവർ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആളുകളാണ് ഹിമാചലിലെ ആളുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കുറേ അത്യാവശ്യം ലീഫ് ഐറ്റംസിന്റെ പച്ചക്കറികൾ കൂടുതൽ കാണാൻ പറ്റും കേട്ടോ. ചോട്ടു ചോട്ടു छोटू हाय बोलो. ഇതാ ബോലോ ഹായ് ഹായ്. ബുദ്ധിസോ ഹിന്ദുസോ ഒരുപോലെ കാണാൻ പറ്റും കേട്ടോ. ഇത് നമ്മളെ മോമോസ് ഒക്കെ ഉണ്ടാക്കുന്ന ഇതാണ് കേട്ടോ. ചോട്ടു ഇവിടെ ബോട്ടിൽ പിടിച്ച് നിർത്തുന്നുണ്ട് കേട്ടോ. ഏതോ ആള് വീഴാട്ടോ. ഇനി ഈ ഒരു ബസ്സിലാട്ടോ നമ്മള് ഡൽഹിക്ക് പോകാൻ പോകുന്നത്. നമ്മൾ ലഗേജ് ഒക്കെ കയറ്റിയിട്ടുണ്ട്. പക്ഷെ ഈ ബസ് 8 മണിക്ക് എടുക്കുള്ളൂ കേട്ടോ. ഇവിടെ ക്ലൈമറ്റ് ഫുള്ള് ഈ ഒരു അവസ്ഥയിലാണ് കേട്ടോ. നല്ല തണുപ്പായിട്ട്. നമ്മള് വരുന്ന വഴിക്ക് അത്യാവശ്യം നല്ല സീനായിരുന്നു കേട്ടോ. അത്യാവശ്യം മറ്റേ പാറടിച്ചിലും അങ്ങനത്തെ കുറേ സീനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെങ്ങനെയൊക്കെ ഇതാ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് റൂമിലേക്ക് പോകണം. റൂമിലേക്ക് പോവുകയാണെങ്കിൽ ചെറിയൊരു സീൻ എന്ന് വെച്ചാൽ നമുക്ക് ചെക്കിന് ഏകദേശം 10-11 മണിക്കേ കിട്ടുള്ളൂ. അതുവരെ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് ഇതുവരെ തീരുമാനമായിട്ടില്ല. നമ്മളെല്ലാവരും ഇതാ ലഗേജൊക്കെ എടുത്തൊക്കെ നിൽക്കുകയാണ്. ഓട്ടോക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളങ്ങനെ ഇപ്പം ഡൽഹിയിൽ ഒരു ചായ കുടിക്കാൻ വന്നതാണ് കേട്ടോ. ചായ സ്ട്രോങ് ഡൽഹിയിലെ ചായ വേറെ ഒരു ബട്ടർ. ഐ മീൻ നോർത്തിലെ മൊത്തത്തിലുള്ളൊരു ചായ അത്യാവശ്യം ഇഞ്ചീസ് ഒക്കെ ഇട്ടിട്ടുള്ള നല്ല നല്ല ചായ. ഇതാണ് കേട്ടോ നമ്മൾ നിൽക്കുന്ന റൂം, കബീർ പാലസ്. ഞാൻ ജസ്റ്റ് ഒരു ഉള്ളിൽ നിന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ ഹോട്ടല്. ഡൽഹിയിൽ ഈ സമയത്തൊക്കെ അത്യാവശ്യം നല്ല ബ്ലോക്കാണ് കേട്ടോ. ഹ്യൂജ് ബ്ലോക്ക്.
നമ്മൾ കരോൾ ബാഗിലേക്ക് ചെറിയൊരു പർച്ചേസിന് പോവാണ് കേട്ടോ. ഡൽഹിയിൽ നമ്മൾ ഇന്ന് ഏകദേശം ഒരു മോർണിംഗ് ടൈമിലെത്തി. പിന്നെ റൂം ചെക്ക് ഇൻ ആവാൻ കുറച്ച് സമയം എടുത്തു. നോർമലി നമുക്കറിയാം ഹോട്ടൽ ചെക്കിംഗ് ടൈമുകളൊക്കെ ഏകദേശം ഒരു 11-11:30 സമയത്താണ് വരുന്നത്. അപ്പം അതിൽ ലേറ്റായി. പിന്നെ റൂമിലെത്തി നമ്മൾ കിടന്നുറങ്ങി കേട്ടോ. ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. കുറച്ച് ദിവസമായിട്ട് ഉറക്കം ശരിയായിരുന്നു. ഭയങ്കര തണുപ്പ് സീനൊക്കെ ആയിട്ട്. അപ്പോൾ ഉറക്കം എണീറ്റിട്ട് നമ്മൾ പർച്ചേസിന് വേണ്ടി ഇറങ്ങുകയാണ്. പിന്നെ ഈ കരോൾ ബാഗ് സൈഡിൽ കൂടെ അധികം ഈ ഫോൺ എടുത്ത് നടക്കുന്നത് കുറച്ച് ശ്രദ്ധിക്കണം. അത്യാവശ്യം നല്ല കള്ളന്മാരുള്ള സ്ഥലമാണല്ലോ. വീണ്ടും ഗൈസ് ഫുള്ള് ബ്ലോക്കിലേക്ക് നമ്മൾ പോകാൻ പോകാം കേട്ടോ. ഗൈസ് ഇത് കരോൾ ബാഗ് സൈഡിലെ ഷൂസിൻ്റെ മാർക്കറ്റാണ് കേട്ടോ. ഗൈസ് ഈ ഒരു ക്വാളിറ്റി ഷൂസൊക്കെ 1000 രൂപയാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഷൂസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വൃത്തി അത്യാവശ്യം ഷൂസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ. ഗൈസ് നമ്മളങ്ങനെ നമ്മളുടെ ചെറിയ പർച്ചേസൊക്കെ ആയിട്ട് തിരിച്ച് റൂമിലേക്ക് പോകാം കേട്ടോ. ഇത് ഡൽഹീൻ്റെ ശരിക്കും ഒരു ഫേസ് ആണ് കേട്ടോ ഈ ഒരു ടൈപ്പ് ഓഫ് ഇലക്ട്രിക് വണ്ടികൾ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 8-6 ആൾക്കാർക്ക് ഇരുന്ന് പോകാൻ പറ്റുന്ന സെറ്റപ്പിൽ ഉണ്ടാക്കിയ വണ്ടികളാണ് കേട്ടോ. ഡൽഹീൻ്റെ പൊല്യൂഷൻ കുറയ്ക്കാന്നുള്ള ഉദ്ദേശം കൂടെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് വണ്ടികൾക്ക് ഉണ്ടെന്ന് ശരിക്കും പറയാൻ വേണമെങ്കിൽ. ഇപ്പോൾ നമ്മൾ ശരിക്കും പർച്ചേസിന് വന്നത് കരോൾ ബാഗിലാണ്. ഇപ്പം കരോൾ ബാഗ് കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ഒരു ഹോൾസെയിൽ മാർക്കറ്റാണ്. ഇപ്പോൾ നാട്ടിലേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഷൂസും അല്ലെങ്കിൽ ഡ്രസ്സും അങ്ങനത്തെ കാര്യങ്ങൾ ചുറ്റൊക്കെ പർച്ചേസ് ചെയ്യാൻ നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയ മാർക്കറ്റാണ് ശരിക്കും കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ കരോൾ ബാഗ്. അപ്പം ബാക്കി നമ്മുടെ റീറ്റെയിൽ പർച്ചേസിനൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി വന്നു. പിന്നെ ജമാ മസ്ജിദ്, ബോയ്സിനാണെങ്കിൽ കുറച്ചുകൂടെ ജമാ മസ്ജിദും, പെൺകുട്ടിയൊക്കെ ആണെങ്കിൽ ഒരു പിന്നെ പെൺകുട്ടിയൊക്കെ ആണെങ്കിൽ ഇന്ന് സരോജിനി മാർക്കറ്റിലേക്ക് പോകുമ്പോൾ കണ്ടതാണ് കേട്ടോ. ഈ ലോറിയിൽ ഇങ്ങനെ വെള്ളം തെറിപ്പിക്കുന്നത് ചിലപ്പോൾ ഇവിടുത്തെ ഡൽഹിയിലെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു വഴിയായിരിക്കാം, അല്ലെങ്കിൽ പൊടിയോ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് എന്തായാലും ഇങ്ങനെ നമ്മളെ ഈ ഒരു മെയിൻ സിറ്റികളിലൂടെ ഒക്കെ ഇങ്ങനെ ഒരു വെള്ളം ഇങ്ങനെ തെളിച്ചിട്ട് പോകുന്നത് കാണുന്നത്. ഇവിടുത്തെ ഒക്കെ സ്കൂളുകളുടെ ടൈമിങ് ഏകദേശം ഈ ഒരു സമയമാണെന്ന് തോന്നിട്ടോ. അതായത് ഒരു 2 മണിക്ക് വരെയാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ക്ലാസ്സുകളുടെ സമയം. ഇപ്പം സ്കൂളൊക്കെ വിട്ടിട്ട് സ്കൂൾ ബസ്സുകളും കുട്ടികളൊക്കെ പോകുന്നൊരു സമയമാണിത്. ഇപ്പോൾ ഡൽഹിയിലെ മെയിൻ ഏരിയയിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ അത്യാവശ്യം ഈ ഹൈക്കമ്മീഷനുകളുടെ ഒക്കെ ഓഫീസാണ് കേട്ടോ. അതായത് ഈ റൈറ്റ് സൈഡിൽ ഇത് കാണുന്നത് ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷൻ ഓഫീസാണ്. ഇതൊക്കെ അത്യാവശ്യം പാർക്കുകളും ഡൽഹിയുടെ ഏറ്റവും നല്ലൊരു സൈഡാണ്. കരോൾ ബാഗ് അങ്ങനത്തെ ആർമി സൈഡുകൾ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഈ ഡൽഹിയിൽ വന്നാൽ ഏറ്റവും കൂടുതൽ ഈ ലോക്കൽ യാത്രകൾക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ. റാപ്പിഡോയുടെ ബൈക്ക് ടാക്സികൾ. ഇതെന്ന് വെച്ചാൽ നമുക്ക് ഒന്നാമത് എന്താണ് ഡൽഹിയുടെ ട്രാഫിക് ബ്ലോക്ക് എന്നൊക്കെ രക്ഷപ്പെടാൻ ബൈക്കിലുള്ള ഈ സാധനമാണ് ഏറ്റവും ഇത്. പിന്നെ അഫോർഡബിൾ ആണ്. എന്താണ് നമ്മൾ കൂടുതലും ഞാൻ ഊബറൊക്കെ എടുക്കുകയാണെങ്കിലും ഡൽഹിയിൽ വന്നാൽ ഈ ബൈക്ക് ടാക്സികളാണ് എടുക്കാറ്. ശരിക്കും നമ്മുടെ നാട്ടിലും ഈ ഒരു ബൈക്ക് ടാക്സികളൊക്കെ വന്നാൽ ഭയങ്കര യൂസ്ഫുൾ ആവും ഒരുപാട് ഈ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ആളുകളൊക്കെ. ഇവിടുത്തെ ഡൽഹിയിലെ ഈ റോഡ് സൈഡുകളിലൊക്കെ ഈ ഒരു പെയിന്റിങ് വർക്കുകൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മളെ ഇന്ത്യൻ കൾച്ചറിനൊക്കെ ഒരുപാട് പോർട്രേറ്റ് ചിത്രങ്ങളൊക്കെ ഇവിടെ നല്ലപോലെ വരച്ച് വൃത്തിയാക്കി വെച്ചായിരുന്നു. ഇതിവിടെ വേസ്റ്റ് കൊടുത്തിട്ട് ഗിഫ്റ്റ് കളക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസ്ഡ് ടൈപ്പ്. ഐ തിങ്ക് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് NGO സംതിങ്. ചിന്തൻ ദേ ആർ കളക്ടിങ് വേസ്റ്റ്. അവർ വേസ്റ്റ് കളക്ട് ചെയ്തിട്ട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആളുകൾക്ക് കൊടുത്തൊരു ഇനീഷ്യേറ്റീവ് ആണ് കേട്ടോ. നമുക്കറിയാം ഡൽഹി പോലുള്ളൊരു വലിയൊരു മെട്രോ സിറ്റിയിൽ വേസ്റ്റ് മാനേജ്മെന്റ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഐ തിങ്ക് ഏതൊരു ഓർഗനൈസേഷൻ വേസ്റ്റുകളൊക്കെ കൊടുത്തിട്ട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നത് ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. നമ്മളെ സരോജിനി മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മളിത് കണ്ടത്. ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് മെട്രോയിൽ കയറിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഡൽഹി മെട്രോ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അറിയാത്ത ആളുകൾക്ക്. ബിക്കോസ് നമുക്ക് കുറേ ലൈനുകളുണ്ട്, പിങ്ക് ബ്ലൂ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിട്ട് നമുക്ക് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിയിട്ട് അപ്പോൾ നമുക്ക് നമ്മളൊരു ഫ്രണ്ടിനെ കാണാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഞാൻ മെട്രോയിൽ കയറി സമയത്ത് എനിക്ക് ഒരു ബ്രോനെ കിട്ടിയിട്ട് ആള് സെയിം സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. സോ നമ്മൾ ആളുടെ കൂടെയാണ് പോകാൻ പോകുന്നത്. ഈ ഒരു ടൈമിന് അത്യാവശ്യം മോശമില്ലാത്ത തിരക്കുണ്ട് കേട്ടോ. ലെറ്റ്സ് ഗോ.
നമ്മൾ രണ്ടെണ്ണം മുന്നോട്ട് പോവാണ് കേട്ടോ. ആ പാലത്തിന്റെ മുകളിൽ കാണുന്നത് എന്താണെന്ന് മനസ്സിലായോ? സോളാർ പാനൽസ് ആണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കൊണ്ടുവരാൻ പറ്റിയ കാര്യം അതൊക്കെയാണ് അല്ലേ. വെറുതെ ഒരുപാട് പാലൊക്കെ നല്ല നട്ടപ്പൊരു വെയിലും ഉണ്ടാവില്ല. സമയത്ത് ഓരോ സോളാർ പാനലൊക്കെ വെച്ചാൽ ദാറ്റ് വിൽ ബി യൂസ്ഫുൾ അല്ലേ. ഒരു സൈഡിൽ സോളാർ പാനൽസ് ഒക്കെ വികസനം ഉണ്ടെങ്കിലും എന്താ അവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ. ആളുകൾ കുടിയേറി പാർക്കുന്ന സ്ഥലങ്ങളാണ്, വീടൊന്നും ഇല്ലാത്ത ആൾക്കാർ. ശരിക്കും പറഞ്ഞാൽ ഡൽഹിയുടെയും ഉത്തർപ്രദേശിന്റെയും ബോർഡറിലുള്ളൊരു പച്ചയായ ജീവിതം എന്ന് പറയാം. ഒരു സൈഡില് സിറ്റി നല്ല വികസിച്ച മെട്രോ കാര്യങ്ങളൊക്കെ ഡെവലപ്പായി വരുന്ന ഒരു സമയത്ത് അറ്റ് ദ സെയിം ടൈം അതേ നഗരത്തിന്റെ മറ്റൊരു സൈഡിലെ ആളുകൾ വീടോ അല്ലെങ്കിൽ കിടക്കോ ഒന്നുമില്ലാതെ ഇങ്ങനെ ഷീറ്റ് വലിച്ചെട്ടി താമസിക്കേണ്ടി വരുന്നതും ഒരു ഇതാണ്. നിങ്ങൾക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഒക്കെ ചെറിയ പ്ലാസ്റ്റിക് ഷീറ്റുകൾ വലിച്ചെട്ടിയിട്ട് താമസിക്കുന്ന ആളാണ്. ഈ തണുപ്പാണെങ്കിലും വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഒക്കെ ഇവര് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ തന്നെ ആട്ടോ ജീവിക്കുന്നത്. ഇവിടെ അടിപൊളി റോഡുകളും സെറ്റപ്പും ആയിട്ടുള്ള ഡെവലപ്മെന്റുകളും കാണാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ഇതിന്റെ ഇടയിൽ ആളുകൾ വീടോ പാർപ്പിടോ അല്ലെങ്കിൽ കെട്ടിടപ്പുള്ളവരൊന്നും ഇല്ലാതെ പ്ലാസ്റ്റിക് ഷീറ്റിൽ ജീവിക്കുന്നത് കാണാൻ പറ്റും. ഇന്ത്യന്റെ രണ്ട് ഫേസ് അറ്റ് ദ സെയിം ടൈമിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോ നോയിഡേന്റെ ഉള്ളേരിയകളിൽ കൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളേതോ മാർക്കറ്റിന്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുൾ കൺജസ്റ്റഡ് റോഡ്സ് ആൻഡ് ഏരിയാസ്. ആളുകളൊക്കെ റോഡിന്റെ നടുൽ കൂടെ നടക്കുന്നു, വണ്ടി ഓടിക്കുക ചെയ്യുന്നു. വണ്ടി പിന്നെ സൈഡിൽ കൂടെ ഓടിക്കാൻ പറ്റില്ലല്ലോ. ഏതോ ഒരു ലോക്കൽ മാർക്കറ്റാണ് കേട്ടോ. പച്ചക്കറിയും സാധനങ്ങളൊക്കെ കിട്ടുന്ന. നോയിഡയിൽ അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. മോശമില്ലാത്ത രീതിക്കുള്ള തണുപ്പുണ്ട്. അങ്ങോട്ട് ഫുള്ള് റെസിഡൻഷ്യൽ ഏരിയാസ് ആണ്, ഫുള്ള് ഫ്ലാറ്റുകളാണ് കാണാൻ. ഒക്കെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വന്ന ഏരിയ എന്നുള്ള ഡിഫറൻസ് ആണ്. നിങ്ങൾ ഇത്രയും നേരം ഒരു ദില്ലി ഭയങ്കര മോശമായിട്ടുള്ള സ്ഥലത്തോട് വന്നിട്ട് പെട്ടെന്ന് നിങ്ങൾ നോക്കി ഏരിയ മാറ്റം. ശരിക്കും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊരു പ്രത്യേകത തന്നെയാണ്. ഒരു സ്ഥലത്ത് അർബനൈസേഷൻ എക്സ്ട്രീം ഡെവലപ്മെന്റും കാര്യങ്ങളും കാണാൻ പറ്റുമെങ്കിൽ അതിന്റെ ഇവിടുത്തെ അർബനൈസേഷന്റെ ഒരു എന്താ പറയാ ഡാർക്ക് സൈഡ് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് സെയിം ടൈമിൽ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ സെക്ടർ 76 അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നോയിഡയില് ഫുൾ ഹൗസിങ് ഫ്ലാറ്റുകളാണ് കേട്ടോ. ഇവിടെ ഒക്കെ വലിയ വലിയ ഫ്ലാറ്റുകൾ. ഈ സൈഡിൽ ഫുള്ളാണെങ്കിലും ഈ സൈഡിൽ ഇവിടെയൊക്കെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഫ്ലാറ്റുകളാണ്. ശരിക്കും ഔട്ടർ ഡൽഹിയിലൊക്കെ ആളുകൾ വന്ന് താമസിക്കുക, അതായത് ഡൽഹിയിൽ ജോലി എടുക്കുന്ന ആളുകൾ കുറച്ചുകൂടെ വന്ന് താമസിക്കുന്ന ഒരു സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഏരിയകളാണ് കമ്പയറിങ് ടു നമ്മൾ നേരത്തെ വന്ന വഴികളിൽ. അതായത് നോയിഡേൻ്റെ ഒക്കെ ഒരു ഉള്ളേരിയകൾ അല്ലെങ്കിൽ ഗല്ലികൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വൃത്തിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ് ഈ റോഡ് സൈഡിൽ കാണുന്ന മുടി വെട്ടുന്ന ഷോപ്പുകളൊക്കെ. ഫൈനലി നമ്മളെ ഫ്രണ്ട് മീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇറ്റ് മീൻസ് രശ്മിത. ഹായ്. സോ ആള് നമ്മളെ ചാടിയാൻ കൊണ്ടുവന്നാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ നമ്മളൊരു ഷോപ്പ് കണ്ടാണ് കേട്ടോ. നമ്മളെ ഇഡ്ലി ചെയ്യുന്ന പറഞ്ഞിട്ട് നമ്മളെ കേരളത്തിൻ്റെ സാധനം കാണുന്നുണ്ട് കേട്ടോ. അവിടെ നമുക്ക് മലയാളിയാണോ എന്ന് ചോദിച്ചു. ഐ ഡോണ്ട് തിങ്ക് സോ. ഇപ്പോൾ നമ്മൾ ഇവിടെ തൊട്ടടുത്തുള്ളൊരു പാർക്കിൽ വന്നതാണ് കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല പാർക്കുകളുണ്ട് കേട്ടോ ഫോർ എൽഡർ പീപ്പിൾസിന് വന്നിങ്ങനെ. ഈ ഒരു സമയത്താണ് അവർ കൂടുതലും വാക്കിങ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഓപ്പൺ ജിമ്മുണ്ട്, കുട്ടികൾ വന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ ആ രീതി കാര്യങ്ങളൊക്കെ നോയിഡ അല്ലെങ്കിൽ നോർത്തിൽ പൊതുവെ അങ്ങനെ കാണാൻ പറ്റും. പിന്നെ ഓപ്പൺ പാർക്ക് ഏരിയകളൊക്കെ ഇങ്ങനത്തെ കൂടുതൽ ഈ ഫ്ലാറ്റിലുള്ള ആളുകളൊക്കെ ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ വരുന്നത് ഇവിടെയാണ് കേട്ടോ. ആളുകൾ ഇവിടുന്ന് ക്രിക്കറ്റ് കളിക്കുന്ന കാണാൻ പറ്റും കേട്ടോ. ഇന്ന് അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആണ് കേട്ടോ നോയിഡയിൽ. ഇത്രയും ദിവസം മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. ഇന്ന് കൊള്ളാം. ഇതൊക്കെ ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡുകളാണ് കേട്ടോ. അവിടെ നമുക്ക് ഓയിലി ഫുഡ്സും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഹെൽത്തി ഓപ്ഷൻസ് നമുക്ക് നോർത്ത് ഇന്ത്യൻ സൈഡുകളിൽ കാണാൻ പറ്റും കേട്ടോ. ഇത് നമ്മുടെ മധുരക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കുന്ന ഒരു സെറ്റപ്പാണ് കേട്ടോ. പിന്നെ അതുപോലെ അപ്പുറത്ത് നമ്മളെ ബീഹാറിൻ്റെ ഒരു ട്രഡീഷണൽ ഫുഡ് ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മളെ കടലയാണ് കേട്ടോ. ദെൻ നമ്മളിവിടെ ഒരു മാർക്കറ്റിലേക്ക് പോവാണ്. ഇവിടെ ഒരു വീട്ടിലേക്ക് വേണ്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആവുന്ന മാർക്കറ്റാണ് കേട്ടോ.
കാണിച്ചു തരാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മധുരക്കിഴങ്ങ് അവർ ഇതുപോലെ ഇങ്ങനെ ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. വിത്തൗട്ട് ഓയിൽ, വിത്തൗട്ട് വാട്ടർ. അവർ മണലിങ്ങനെ ഒരു പുഴുങ്ങിയെടുക്കുന്ന മെത്തേഡാണ് കേട്ടോ. സോ നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് ഇവിടെ ഫുള്ള് ഫ്രൂട്ട്സിൻ്റെ ഏരിയയാണ്. ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ട് ഒരുവിധം ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ നമുക്ക് കഴുതച്ചക്ക മുതൽ ഇതിൻ്റെ പേരെനിക്കറിയില്ല, മുന്തിരി, പഴം, പിന്നെ നോർത്ത് ഇന്ത്യൻ സൈഡിൽ നമുക്ക് കൂടുതലും നമ്മുടെ നേന്ത്രപ്പഴം കാണാൻ പറ്റില്ല കേട്ടോ. ഇതുപോലെ റോബസ്റ്റ് പഴങ്ങളാണ് കൂടുതൽ കാണാൻ പറ്റുക. പിന്നെ ആപ്പിളിൻ്റെ പല ടൈപ്പ് വേരിയേഷൻസ് കാണാൻ പറ്റും കേട്ടോ. ഓരോ പ്രൈസ് റേഞ്ചിലുള്ള കാണാൻ പറ്റും. ആൻഡ് ഇവിടെ അങ്ങോട്ട് ഫുള്ള് പച്ചക്കറി ഏരിയ ആണ് കേട്ടോ. എല്ലാ പച്ചക്കറി ഉണ്ട് ഇവിടെ. ഫുള്ള് കൂടുതൽ ഇല സാധനങ്ങളാണ് കേട്ടോ. എല്ലാ കളർഫുൾ മാർക്കറ്റ് കേട്ടോ. എല്ലാ കളറും ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. നമ്മളിവിടെ മാർക്കറ്റിൽ വന്നതാണ് കേട്ടോ. ഇവിടെ നമുക്ക് ബീഫ് കിട്ടില്ല, ആടും ചിക്കനും ആണ് മെയിനായിട്ട് അവൈലബിൾ ഉള്ളത്. ഈ ഒരു ഏരിയയിലൊന്നും നമുക്ക് അങ്ങനെ ബീഫിൻ്റെ ഐറ്റംസ് അവൈലബിൾ ആവില്ല എന്നാണ് അറിഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ രശ്മിത്തിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ലാസ്റ്റ് ടൈം ഞാൻ അന്ന് കസോള പോയ സമയത്ത് ഞാൻ ഇവിടെ ആയിരുന്നു കേട്ടോ. മറ്റേ ഇന്ത്യയും പാകിസ്ഥാനും സീൻ വന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് ഞാൻ ഡൽഹിയിൽ കുടുങ്ങിയ സമയത്ത് ഇവിടെ ആയിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു വലിയ ഹൗസിംഗ് കോളനി ആണ് കേട്ടോ. അതിൻ്റെ ഒരു ഫ്ലാറ്റ്. രശ്മിതയുടെ അടുത്തുനിന്ന് തിരിച്ച് നമ്മളുടെ കുട്ടികളുടെ അടുത്തേക്ക് പോകാൻ പോവാണ്. സോ താങ്ക് യു ഫോർ ദ ഫുഡ്. സോ നമ്മൾ പോവാണ് കേട്ടോ. ഡൽഹിയിൽ അത്യാവശ്യം തണുപ്പുണ്ട്. ഇപ്പോൾ നോയിഡയിൽ അത്യാവശ്യം നല്ല തണുപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. റാപ്പിഡ് ഓട്ടോബ്രോ വന്നിട്ടുണ്ട്. OTP വന്നിട്ട് നമുക്കറിയാം. നമ്മളെ പിള്ളേരൊക്കെ ഫുഡ് കഴിച്ചിട്ട് ക്ഷീണിച്ചിരിക്കുക കേട്ടോ. ഫുഡ് കണ്ടായിരുന്നു. ഫുഡ് അടിപൊളി. വെറുതെ പറഞ്ഞു നമ്മള് ഇന്നാൾക്ക് നാട്ടിലേക്ക് പോകുന്ന ദിവസമാണ്. സോ നമ്മള് ബാഗും കാര്യങ്ങളും പാക്ക് ചെയ്തിട്ട് ഇപ്പൊ നമ്മള് ഹോട്ടൽ റിസപ്ഷനിൽ ഇരിക്കുകയാണ്. 12:30 നമ്മളെ ട്രെയിന് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ്. അങ്ങനെ നമ്മള് ഡൽഹിയിലെ ഹോട്ടലിൽ ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഇതിന് ഈ ബസ് കയറിയിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. ഇവിടെ കുറച്ച് ആൾക്കാരാണ് ഇവിടെ കോസ്റ്റ്യൂമൊക്കെ വന്നിട്ട് ഇങ്ങനെ പൈസ വാങ്ങിക്കുന്ന ആളുകളാണ്. ഇല്ല ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോ ആളുകൾ ചെയ്യുന്ന ഓരോ പരിപാടികൾ. നമ്മള് ഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട് ഇവിടെ. പുറത്താണെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ അവിടെ. ഇന്ന് ഒന്നാമത് വീക്കെൻഡ് ആണല്ലോ, ഫ്രൈഡേ ആയതുകൊണ്ട് അതിൻ്റെ ഒരു തിരക്കുണ്ട് അത്യാവശ്യം ഇവിടെ. നമ്മളെ പിള്ളേരൊക്കെ ലഗേജൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ട്രെയിനിലെ ഫസ്റ്റ് ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ വെജ് താലിയാണ് ഓർഡർ ചെയ്തത്. ഇതിൽ നമുക്ക് ഒരു കോളിഫ്ലവറും പനീർ, ദാല്, വെജിറ്റബിൾസ്, റൈസ്, അച്ചാറ്, ചപ്പാത്തി, ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. പിള്ളേരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാർ ഉറങ്ങുന്നുണ്ട്. അവിടുന്ന് പാട്ട് പാടുന്നുണ്ട്. വണ്ടി നിർത്തിയിട്ടോ. അങ്ങനെ നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് വേണം വീട്ടിലേക്ക് പോകാം. പിള്ളേരൊക്കെ നമ്മളെ വണ്ടിയിൽ കയറ്റി അയച്ചു. നമുക്ക് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി വീട്ടിലെത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ നോ ദാറ്റ് ഇതൊരു കംപ്ലീറ്റ് വ്ലോഗ് വീഡിയോ അങ്ങനെ ഒന്നായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡൽഹി എത്തിയത് മുതൽ അല്ലെങ്കിൽ മണാലി ഇങ്ങോട്ട് യാത്ര പുറപ്പെട്ടത് മുതൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഒന്ന് ക്ലൈമറ്റിൻ്റെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, പിന്നെ ഹെൽത്ത് കണ്ടീഷൻ കുറച്ച് മോശമായിരുന്നു. അങ്ങനെ പല കാരണം കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും ഞാൻ എന്തായാലും ഈ മുമ്പോട്ടുള്ള വീഡിയോസൊക്കെ അത്യാവശ്യം ബെറ്റർ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് പിന്നെ ഒന്നാമത് നമ്മൾ ഫസ്റ്റ് വ്ലോഗാണ്. അപ്പോൾ തീർച്ചയായും അതിൻ്റെതായിട്ടുള്ള മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആൻഡ് ഫ്രം യുവർ വാല്യുബിൾ സജഷൻ. അപ്പോൾ നിങ്ങളുടെ അടുത്തു നിന്നുള്ള നല്ല സജഷൻസിന് നമ്മൾ എന്ത് ചെയ്യും, മുമ്പോട്ട് നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ശ്രമിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മീ. പിന്നെ എല്ലാവരും പറയുന്ന പോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.